നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇക്കൊല്ലത്തെ മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവം ഏപ്രിൽ 23 നടക്കും. ഉത്സവം സുഗമവും സുരക്ഷിതവുമായി നടത്തുന്നതിന് ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 13 കുമളി രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ സംയുക്ത യോഗം ചേരും. ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായരുടെ നേതൃത്വത്തിലുള്ള സംഘം മംഗളാദേവി ക്ഷേത്രം സന്ദർശിച്ചു. കാഞ്ചിയാർ തൊപ്പിപ്പാളയിൽ പകൽ സമയങ്ങളിൽ പോലും കാട്ടാന എത്തുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ജനവാസ മേഖലയിലേക്ക് കാട്ടാന എത്തിയത് തൊപ്പിപ്പാള മറ്റപ്പള്ളി കവലയിൽ. നെടുങ്കണ്ടം തേർഡ് ക്യാമ്പിൽ കാട്ടുപന്നി ഇടിച്ച് ഓട്ടോ മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. കട്ടപ്പന 66 kV സബ്സ്റ്റേഷനിൽ പൊട്ടിത്തെറിച്ചത് സബ്സ്റ്റേഷനിലെ കറണ്ട് ട്രാൻസ്ഫോർമർ. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കി. കടുത്ത വേനലിൽ അയ്യപ്പൻകോവിൽ ഉപ്പുതറ മേഖലകളിലെ കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങുന്നു. വ്യാപകമായി കരിഞ്ഞുണങ്ങുന്നത് ഏലം, കൊക്കോ തുടങ്ങിയ വിളകൾ. വേനലിന് പുറമെ വന്യമൃഗങ്ങളുടെ ആക്രമണവും കർഷകരെ ഈ മേഖലയിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നു. വിശദമായ വാർത്തകൾ. ഇക്കൊല്ലത്തെ മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവം ഏപ്രിൽ 23 നടക്കും. ഉത്സവം സുഗമവും സുരക്ഷിതവുമായി നടത്തുന്നതിന് ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 13 കുമളി രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ സംയുക്ത യോഗം ചേരും. ഇതിനു മുന്നോടിയായി ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായരുടെ നേതൃത്വത്തിലുള്ള സംഘം മംഗളാദേവി ക്ഷേത്രം സന്ദർശിച്ചു. ഉത്സവ ഒരുക്കങ്ങൾ അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുമെന്ന് സബ് കളക്ടർ പറഞ്ഞു. കേരള, തമിഴ്നാട് സർക്കാരുകൾ സംയുക്തമായാണ് ഉത്സവം നടത്തുക. പെരിയാർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മംഗളാദേവിയിൽ വർഷത്തിൽ 1 ദിവസം മാത്രമാണ് ഭക്തർക്ക് സന്ദർശന അനുമതിയുള്ളത്. പരിസ്ഥിതി സൗഹൃദമായി വനത്തിന്റെയും ക്ഷേത്രത്തിന്റെയും സംരക്ഷണത്തിനും ഭക്തരുടെ സുരക്ഷയ്ക്കും മുൻതൂക്കം നൽകിയാകും ഇത്തവണയും ഉത്സവം നടത്തുക. ADM ജ്യോതി ബി, പീരുമേട് തഹസിൽദാർ സണ്ണി ജോർജ്, കുമളി വില്ലേജ് ഓഫീസർ, വനം, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്ദർശനത്തിൽ പങ്കെടുത്തു. കാഞ്ചിയാർ തൊപ്പിപ്പാളയിൽ പകൽ സമയങ്ങളിൽ പോലും കാട്ടാന എത്തുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു. തൊപ്പിപ്പാള മറ്റപ്പള്ളി കവലയിലാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ജനവാസ മേഖലയിലേക്ക് കാട്ടാന എത്തിയത്. ഇതോടെ ജനങ്ങൾ ഭീതിയിലാണ്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട തൊപ്പിപ്പാള മറ്റപ്പള്ളി കവലയിലാണ് കാട്ടാന എത്തിയത്. 100 കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന ജനവാസ മേഖലയാണിവിടം. ഒപ്പം ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ വനാതിർത്തിയും പങ്കിടുന്നു. ഈ വനത്തിൽ നിന്നാണ് കാട്ടാന ജനവാസ മേഖലയിലേക്ക് എത്തിയത്. മേഖലയിൽ താമസിക്കുന്ന യുവാവാണ് ആദ്യം കാട്ടാനയെ കണ്ടത്. തുടർന്ന് പ്രദേശവാസികളെ വിവരമറിയിക്കുകയും ആളുകൾ ബഹളം വെച്ചതോടെ കാട്ടാന വനത്തിലേക്ക് വീണ്ടും ഉൾവലിയുകയും ചെയ്തതായി പ്രദേശവാസികൾ പറയുന്നു. ഈ വീട്ടിലെ കൊച്ചിവിടെ ഫോൺ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പം എല്ലാവരും മാറിക്ക് ഓടി വരണമെന്ന് വിളിച്ചു. അപ്പം ഞാൻ അടുത്തുള്ളവരെല്ലാം ഓടി ഒന്ന് അപ്പോഴത്തേനും ഇതിലേക്ക് കയറി വരുമായിരുന്നു. നമ്മുടെ ഇതിലെയാണ് കയറി വന്നത്. കയറി കരോട്ടയിൽ കയറി പോവുകയും ചെയ്തത്. അന്നേരം എല്ലാവരും ആൾക്കാരെല്ലാം കൂടി, പിള്ളേരൊക്കെയാണല്ലോ ഉള്ളത്, നമുക്ക് കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളത്, കളിക്കാനൊക്കെ പോകുന്നു. ഇതിലെ താഴോട്ട് ഞങ്ങൾ വെള്ളം കോരാനൊക്കെ പോകുന്നതാണ് ആ സമയത്തൊക്കെ. 10 വർഷം മുൻപാണ് ഇതിനു മുൻപ് ഇവിടെ കാട്ടാന ഇറങ്ങിയിട്ടുള്ളത്. വീണ്ടും ജനവാസ മേഖലയിലേക്ക് കാട്ടാന എത്തുന്നതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. മതിയായ രീതിയിലുള്ള ഫെൻസിംഗ്, ട്രെഞ്ച് സംവിധാനങ്ങൾ ഇവിടെ ഇല്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. അതോടൊപ്പം വഴിവിളക്കുകളുടെ അഭാവവും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. ഇവിടെ നമുക്ക് ഇവിടെ ഇത്ര അടുത്ത് വഴിവിളക്കെന്ന ഒരു സംഭവമില്ല. ഇവിടെ ഉണ്ടായിരുന്ന വഴിവിളക്കെല്ലാം പോയി കിടക്കുക. ഇതൊന്ന് ശരിയാക്കുവാണെങ്കിൽ എന്തെങ്കിലും ഒരു അനക്കം കേട്ടാൽ നമുക്ക് എഴുന്നേറ്റ് നോക്കാനോ എല്ലാം പറ്റും. അല്ലാതെ ഇത്രയും ഭാഗത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ കുറേ വഴിവിളക്കുണ്ട്. അതൊന്നും വർക്കല്ല. ഈ വഴി സൈഡിൽ കൂടെ ആന ഇറങ്ങി കഴിഞ്ഞ പ്രാവശ്യം ഈ താഴെ വരെ വന്നോ ഇങ്ങോട്ട് കയറുന്നില്ലായിരുന്നു. ഇപ്പം ഇവിടെ വെട്ടമില്ലാത്തതുകൊണ്ട് ഇതിലെ കയറി വന്ന് ഇതിലെ ഇറങ്ങിയ ഇങ്ങനെ വാങ്ങി പോയത്. ഇവർ ശാലം ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ പുള്ളി ഇവിടെ നിന്ന് ഫോൺ ചെയ്യുമായിരുന്നു, സാൽവറ്റ്. അപ്പോൾ പുള്ളിക്ക് അവർ ഭയങ്കര ബുദ്ധിമുട്ടായി. പുള്ളി പേടിച്ച് എന്നാ പറഞ്ഞത്, ആൾക്കാരെ വിളിക്കണോ എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ലാതെ പുള്ളി ചാടി കഴിഞ്ഞിട്ട് ഓടി വന്ന് ഒച്ച കേട്ടുണ്ട്. എല്ലാവരും കാർച്ചയും കൂച്ചും കേട്ടുണ്ട്. ഞാൻ വീട്ടിൽ കഴിച്ചോണ്ടിരിക്കും. ഞാൻ ഇച്ചിരി താമസമാണ് കഴിച്ചത്. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്തോ ഒച്ച കേട്ടുണ്ട്. ഓടി കയറി വന്നപ്പം ഇതിലെ ആന കയറി പോവാം. ഇതിലെങ്ങനെ കയറി പോകുന്നു. ഇതിലെ കയറി വന്നിട്ട് ആന ഇങ്ങനെ അവിടുന്ന് വട്ടം കൊണ്ട് പോകാൻ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ചെന്ന് ഒച്ച വെച്ചപ്പം ആ മേളിലോട്ട് കയറി. അവിടുന്ന് കയറി മേളി വരെ കയറി പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ഈ പറമ്പുകളിൽ ഇറങ്ങുള്ളൂ. പറമ്പിറങ്ങി ഇതുപോലെ കാനമായിട്ട് കിടക്കുന്നിടത്തൊക്കെ ആന ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വീടുകൾക്കെല്ലാം ഭീഷണിയാണ്. മേഖലയിൽ കൃഷിനാശം ഉണ്ടാക്കിയില്ലെങ്കിലും പകൽ സമയത്തും കാട്ടാനയുടെ സാന്നിധ്യം വലിയ ആശങ്കയാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നത്. ചക്കയടക്കമുള്ള ഫലങ്ങൾ ഭക്ഷിക്കുവാനാണ് കാട്ടാനകൾ ജനവാസ മേഖല ലക്ഷ്യം വെച്ച് എത്തുന്നത്.
കാട്ടുപന്നി ഇടിച്ച് ഓട്ടോ മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. നെടുങ്കണ്ടം തേർഡ് ക്യാമ്പ് MDS പാൽ സൊസൈറ്റി ജീവനക്കാരൻ മുണ്ടാട്ടുമുണ്ടയിൽ ഷാജി, ഓട്ടോ ഡ്രൈവർ റെജി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഓട്ടോ ഡ്രൈവറെ തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഷാജിയെ തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. സൊസൈറ്റിയിലേക്കുള്ള പാൽ വാങ്ങുകയും ചില്ലറ വിൽപ്പന നടത്തിവരികയും ചെയ്യുന്നതിനിടെ കാട്ടുപന്നി ഓട്ടോയിൽ തട്ടിയതിനെ തുടർന്ന് ഓട്ടോ വട്ടം മറിയുകയായിരുന്നു. ഞങ്ങൾ മലനാടിന്റെ പാല് റൂട്ടിൽ കൂടെ പോയി എടുക്കുന്നുണ്ടായിരുന്നത്. ഓട്ടോയ്ക്കാണ് പോയത്. ഓട്ടോയ്ക്ക് പോയപ്പം കുറച്ച് പേരുടെ പാൽ എടുത്തായിരുന്നു. എന്നാലും ഒരു പന്നി വഴിയുടെ ഒരു സൈഡിൽ നിന്ന് ഓടി വന്നതാ. ഒറ്റയാനായിട്ടുള്ള ഒരു വലിയ പന്നിയായിരുന്നു. അവിടെ എപ്പോഴും പന്നി ഉള്ളതാ, വഴിയിലെല്ലാം ഇങ്ങനെ കാണാൻ പന്നി. ഇത് ഓടി വന്ന് ഓട്ടോയ്ക്കിട്ടിടിച്ചു. ഓട്ടോ എല്ലാം മറിഞ്ഞു, പാലും എല്ലാം പോയി. പിന്നെ ഓട്ടോയുടെ അടിയിലായി പോയി, ഡ്രൈവറും തെറിച്ചു പോയി. പിന്നെ ആൾക്കാരൊക്കെ ഓടിക്കൂടി ഓട്ടോ എല്ലാം വലിച്ചു പൊക്കി. പിന്നെ വേറെ വണ്ടിയെല്ലാം വന്നു. അങ്ങനെ പിന്നെ അർപ്പണ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയത്. റെജിയും ഷാജിയും റോഡിൽ വീഴുകയും ഇവരുടെ ദേഹത്തേക്ക് ഓട്ടോ മറിയുകയും ചെയ്തു. ഷാജിയുടെ നെഞ്ചിലേക്കാണ് ഓട്ടോ മറിഞ്ഞത്. റെജിയുടെ കാലിനും മുഖത്തും പരിക്കുണ്ട്. കട്ടപ്പന 66 kV സബ്സ്റ്റേഷനിൽ പൊട്ടിത്തെറി. സബ്സ്റ്റേഷനിലെ കറണ്ട് ട്രാൻസ്ഫോമറാണ് പൊട്ടിത്തെറിച്ചത്. കട്ടപ്പന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കി. കട്ടപ്പന IT ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന KSEB കട്ടപ്പന 66 kV സബ്സ്റ്റേഷനിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. വലിയ ശബ്ദത്തിലായിരുന്നു കറണ്ട് ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചത്. 50 ലിറ്റർ ഓയിലടക്കം അടങ്ങിയ കറണ്ട് ട്രാൻസ്ഫോമറാണ് പൊട്ടിത്തെറിച്ചത്. ഇതോടെ തീയും ആളിപ്പടർന്നു. ഉഗ്രസ്ഫോടനത്തിന് സാമ്യമുള്ള ശബ്ദം ഉണ്ടായതോടെ ജനങ്ങളും ആശങ്കയിലായി. ആദ്യം KSEB ജീവനക്കാർ ഓഫീസിൽ ഉണ്ടായിരുന്ന തീ നിയന്ത്രണ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അഗ്നിബാധ കെടുത്താൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. ഇതോടെ കട്ടപ്പന ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കി. പൊട്ടിത്തെറിയെ തുടർന്ന് കട്ടപ്പന ടൗണിലെ വിവിധയിടങ്ങളിൽ വൈദ്യുതിയും മുടങ്ങിയിരുന്നു. വണ്ടിപ്പെരിയാർ മ്ലാമല പള്ളിക്കടയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതിയെ പീരുമേട് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തേങ്ങാക്കൽ 2nd ഡിവിഷനിൽ അശോക് കുമാറാണ് കുത്തേറ്റ് മരിച്ചത്. വണ്ടിപ്പെരിയാർ മ്ലാമല പള്ളിക്കടയിൽ മദ്യപാനത്തിന് ശേഷമുണ്ടായ വാക്കുതർക്കത്തിൽ യുവാവ് കുത്തേറ്റ് മരിച്ച കേസിലാണ് പ്രതി സുധീഷിനെ പോലീസ് നടപടികൾ പൂർത്തീകരിച്ച് പീരുമേട് 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. തേങ്ങാക്കൽ 2nd ഡിവിഷനിൽ താമസക്കാരനായ അശോക് കുമാറാണ് കുത്തേറ്റ് മരിച്ചത്. തേങ്ങാക്കൽ പള്ളിക്കടയിൽ പ്രതി സുധീഷിന്റെ മൈക്ക് സെറ്റ് വാടകയ്ക്ക് നൽകുന്ന സ്ഥാപനത്തിന് മുന്നിൽ വെച്ചായിരുന്നു സംഭവം. 2 പേരും വ്യത്യസ്ത സ്ഥലത്തിരുന്ന് മദ്യപിച്ചിരുന്നു. ഇതിനുശേഷം അശോക് സുധീഷിന്റെ സ്ഥാപനത്തിന് മുന്നിലെത്തി ഉച്ചത്തിൽ സംസാരിച്ചതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. സുഹൃത്തുക്കൾ ഇടപെട്ട പ്രശ്നം പരിഹരിച്ചു. അല്പസമയത്തിന് ശേഷം വീണ്ടും എത്തി ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടാകുകയായിരുന്നു. ഇതിനിടെ ഇലക്ട്രീഷ്യന്മാർ ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ച് സുധീഷ് അശോകിന്റെ നെഞ്ചിൽ കുത്തുകയായിരുന്നു. സംഭവത്തിന് ശേഷം വണ്ടിപ്പെരിയാർ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കഴിഞ്ഞ ദിവസം സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. തുടർന്നാണ് പീരുമേട് 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. കൊല്ലപ്പെട്ട അശോക് കുമാറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാവിലെ 11 മണിയോടുകൂടി തേങ്ങാക്കൽ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. പ്രതിയുടെയും കൊല്ലപ്പെട്ട യുവാവിന്റെയും ബന്ധുക്കൾ തമ്മിൽ കഴിഞ്ഞ ദിവസം സംഘർഷമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് പോലീസ് അകമ്പടിയോടുകൂടിയാണ് മൃതസംസ്കാരം നടന്നത്. തുടർന്നും സംഘർഷമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്തെ പോലീസ് ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇരട്ടയാർ കൊച്ചുകാമാഷിയിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. തൃക്കാക്കര MLA ഉമാ തോമസ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചത്. കൊച്ചുകാമാക്ഷിയിൽ നടന്ന കുടുംബസംഗമം തൃക്കാക്കര MLA ഉമാ തോമസ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭരണാധിപന്മാര് നമ്മളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമ്മൾക്കിടയിൽ വിള്ളലുണ്ടാക്കുവാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു സ്ഥാനാർത്ഥിയായി പ്രവർത്തിച്ച് ഡീനിന് എത്താൻ സാധിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ എത്തണം. നിങ്ങളുടെ കൂട്ടുകാരോട്, നിങ്ങളുടെ വീട്ടിലുള്ള മറ്റു അംഗങ്ങളോട് ഒക്കെ പറയണം എന്തുകൊണ്ടാണ് നമ്മൾ ഡീനിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യേണ്ടതെന്ന്. ഡീൻ വിജയിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം നമുക്ക് നേടാനാവും, നമ്മളുടെ ഒരു പ്രതിനിധിയായി പ്രവർത്തിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ബിജി കാവുങ്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നോബിൾ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. KPCC മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേരാപതി വേണു, കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം പ്രസിഡന്റ് ഷാജി മടുത്തുമുറി, DCC സെക്രട്ടറി ബിജോ മാണി, ജോണി കാരിക്കൊമ്പിൽ, റെജി ഇലിപ്പുലിക്കാട്ട്, അഭിലാഷ് പരിന്തിരിക്കൽ,
കേരള കോൺഗ്രസ് റിട്ടയർ മണ്ഡലം പ്രസിഡന്റ് സജി വെട്ടുകാട്ടിൽ, മാത്യു കൊച്ചുകുറുപ്പാശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ വിജയം അനിവാര്യമാണെന്ന് എം മണി MLA. ഹെഡ്ലോഡ് ആൻഡ് ടിംബർ വർക്കേഴ്സ് യൂണിയൻ CATU കട്ടപ്പന ഏരിയ കുടുംബ സംഗമം ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ ഇനി കേന്ദ്രത്തിൽ വരാൻ പാടില്ല. രാജ്യത്തെ അധ്വാനിക്കുന്നവർക്കും തൊഴിലാളികൾക്കും യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാത്തവരാണ് RSSും BJPയും. അവരുടെ തീവ്ര ഹിന്ദുത്വ അജണ്ടയാണ് രാജ്യത്തുടനീളം നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനാണ് ഇവർ ശ്രമിക്കുന്നത്. എല്ലാവർക്കും അവരുടെ ആചാരവും വിശ്വാസവും പിന്തുടരാൻ അവകാശമുണ്ട്. എന്നാൽ മതത്തിന്റെ പേരിൽ ആളുകളെ ഭിന്നിപ്പിക്കാനാണ് RSS ശ്രമിക്കുന്നതെന്നും എം മണി MLA പറഞ്ഞു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കണം. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെ അവസാനിപ്പിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സേവനവും ചെയ്യണം എന്ന കാഴ്ചപ്പാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സർവോപരി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കുമുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ഒരിക്കലും പ്രാധാന്യം നൽകാത്തവരാണ് RSS സംഘപരിവാർ ശക്തികൾ. അവർക്കൊക്കെ സ്വന്തം പണിക്ക് വേണ്ടിയൊക്കെ ആളുകളൊക്കെ പറയുന്നുള്ളത് അവരുടെ പ്രത്യേക കാഴ്ചപ്പാടിൻ്റെ ആളുകളാണ്. ഹിന്ദുത്വം എന്നാണ് ഇത് പറയുന്നത്. ഹിന്ദുമതത്തിന് നമ്മളെതിരായതുകൊണ്ടല്ല, ആ ഹിന്ദുത്വത്തിനകത്തെ ഒരു സംഘടിത വിഭാഗമാണ് ഹിന്ദു വർഗീയവാദികൾ, ഹിന്ദു വർഗീയവാദം ഉയർത്തുന്നവർ. ആ ഹിന്ദു വർഗീയവാദികളാണ് RSS സംഘപരിവാർ ശക്തികൾ എന്ന് പറയുന്നത് അവരാണ്. അതുകൊണ്ട് അവരുടെ കാഴ്ചപ്പാട് വികലമാണ്. അവിടെ കാഴ്ചപ്പാടെന്താ? ഇന്ത്യ ഭൂരിപക്ഷം വരുന്നത് ഹിന്ദുക്കളാണ്. അതുകൊണ്ട് ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണം. അതാണ് അവരുടെ കാഴ്ചപ്പാട്. യൂണിയൻ ഏരിയ പ്രസിഡന്റ് AM സുധാകരൻ അധ്യക്ഷനായിരുന്നു. CITU ജില്ലാ കമ്മിറ്റി അംഗം VR സജി, ഏരിയ കോർഡിനേറ്റർ MC ബിജു, യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം KN ചന്ദ്രൻ, ഏരിയ സെക്രട്ടറി ടോമി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ഏരിയയിലെ 200-ലേറെ കുടുംബങ്ങളിൽ നിന്നുള്ള സ്ത്രീകളും കുട്ടികളും സമ്മേളനത്തിൽ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ കാഞ്ചാർ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിൻസൻകട ചേമ്പളം നിവാസികളുടെ പാലം എന്ന സ്വപ്നം ഇനിയും അകലെ. നിരവധി തവണ ബന്ധപ്പെട്ടവരോട് പരാതികൾ പറഞ്ഞിട്ടും നടപടി സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് വിൽസൺകട ചേമ്പളം മേഖല. എന്നാൽ പ്രദേശവാസികൾക്ക് അക്കരെ ഇക്കരെ കടക്കുവാൻ ഒരു പാലം എന്ന സ്വപ്നത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇടുക്കി പദ്ധതി പ്രദേശമായതിനാൽ മഴക്കാലത്ത് വെള്ളം റിസർവ് ഭാഗങ്ങളിൽ നിറഞ്ഞാൽ ഇവരുടെ ദുരിതയാത്രയ്ക്ക് തുടക്കമാകും. 100 കണക്കിന് കുട്ടികളും എസ്റ്റേറ്റ് തൊഴിലാളികളും ഉൾപ്പെടെ നിരവധി ആളുകൾ ഈ വഴിയെയാണ് ആശ്രയിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇടുക്കി ജലസംഭരണിയിൽ വെള്ളം നിറഞ്ഞപ്പോൾ പ്രദേശവാസികൾ ചേർന്ന് നിർമ്മിച്ച ചങ്ങാടമാണ് വെള്ളം ഇറങ്ങിയപ്പോൾ ഇവർ പാലമായി ഉപയോഗിക്കുന്നത്. ഏറെ സാഹസപ്പെട്ടാണ് ഇതുവഴി യാത്ര നടത്തുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. എല്ലാവരും പോകുന്നതാ, എല്ലാം കുറെ ഇറങ്ങി കിടക്കും. വെള്ളം ഉണ്ടപ്പം ഇറങ്ങി കിടക്കത്തില്ല. ഇപ്പം ഇറങ്ങി കിടന്നാ പോകുന്നത്, ഇത് കയറത്തില്ല. എന്നാ ചെയ്യുന്നത്? ഞാനും പോകുന്നതാ, 24 മണിക്കൂറും ഇതുവഴി പോകുന്നതാ. വേറെ എന്താ പറഞ്ഞിട്ടൊന്നും വലിയ പുണ്യൊന്നുമില്ല ആരോടും. അവർ 2 പഞ്ചായത്തിൻ്റെ അല്ലേ, അവർ രണ്ടും കൂടി സ്വീകരിക്കട്ടെന്നാ അവർ. രണ്ടുപേരെ ആരും സ്വീകരിക്കണം, ആരും സ്വീകരിക്കല്ല. ഒരു പഞ്ചായത്ത് ഏറ്റെടുത്താലും പറ്റും. ഇപ്പം ബുദ്ധിമുട്ടല്ല. ഇപ്പം ഇറങ്ങി പോകാൻ വെള്ളം കഴിഞ്ഞാൽ വിഷയം. മേരികുളത്ത് ഉൾപ്പെടെയുള്ള വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നിരവധി കുട്ടികൾ ഈ ചങ്ങാടത്തിലൂടെയാണ് സാഹസികമായി യാത്ര ചെയ്യുന്നത്. ചേമ്പളം ഭാഗത്തെ ആളുകൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്നതിന് ഒന്നുകിൽ മാട്ടുകെട്ട അല്ലെങ്കിൽ വിൽസൺകട എന്നിവിടങ്ങളിൽ എത്തണം. ഇതും ഏറെ സാഹസികത നിറഞ്ഞ യാത്രയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. നിലവിൽ കിഴക്കമട്ടക്കെട്ടയിലുള്ള ഈ ഒരു പാലത്തിൻ്റെ അവസ്ഥ ഇതാണ്. വെള്ളം കയറി കഴിയുമ്പോഴത്തേക്കിന് ഞങ്ങൾ ചങ്ങാടം വിട്ടുകൊണ്ടിരുന്ന ചങ്ങാടമാണ് വെള്ളം ഇറങ്ങി കഴിയുമ്പോഴത്തേന് ഇത് ഇങ്ങനെ പാലമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ തീരാൻ പോവുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കാം. ഇതിനിടയ്ക്ക് കരട്ടുന്നൊരു തൂക്കുപാലത്തിൻ്റെ ഒരു സംവിധാനമൊക്കെ ഇടയ്ക്ക് വന്നായിരുന്നു. അന്നേരത്തേക്കിന് കുറച്ച് ആൾക്കാർ അത് ഇവിടെ പറ്റുകയില്ല, അപ്പുറേ വേണമെന്നോ ഒക്കെ പറഞ്ഞ് ഓരോ ഇതും ചെയ്യുവാണ്. ഇവിടെ എന്നാൽ ഇത് കുട്ടികൾ പോകുന്നതാണ്. ഞങ്ങൾക്ക് ഈ ഇവിടെ ഒരു ചെറിയൊരു പാലം ഉണ്ടായി കിട്ടുവാണെങ്കിൽ ജനങ്ങൾക്കും ആൾക്കാർ എമ്പടി ഇതിലേക്ക് പോകുന്നതാണ്, എമ്പടി ആൾക്കാർ നടക്കുന്നതാണ്.
മാറി മാറി വരുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളോടും ജനപ്രതിനിധികളോടും ഒരു നടപ്പാലം എന്ന ആവശ്യം ഇവർ ഉന്നയിക്കാറുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. വാഹനം കയറുന്ന പാലമൊന്നും വേണമെന്ന് ഇവർക്ക് ഇല്ല. സുരക്ഷിതമായി കുട്ടികൾക്കും വൃദ്ധജനങ്ങൾക്കും തോട് മുറിച്ചു കിടക്കുന്നതിനായി നടപ്പാലമെങ്കിലും നിർമ്മിച്ചു തരണമെന്ന ആവശ്യം മാത്രമാണ് ഇവർ അധികൃതർക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത്. വിളക്കിത്തല നായർ സമാജം കട്ടപ്പന ശാഖ 9ാമത് വാർഷിക പൊതുസമ്മേളനവും കലാവിരുന്നും നടന്നു. VNS സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുകയും വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളടക്കം നടത്തിയും വരുന്ന ശാഖയുടെ 9ാമത് പൊതുസമ്മേളനമാണ് നടന്നത്. പരിപാടിയോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടന്നു. വിളക്കിത്തല നായർ സമാജം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ഒരു യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ നിങ്ങൾ എന്നെ ക്ഷണിച്ചപ്പോൾ സാധാരണ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒരു നിർദ്ദേശം, സംസ്ഥാന പ്രസിഡന്റന്മാർ കൂടുതലായി ശാഖാ യോഗങ്ങളിൽ പോകരുത്, മറിച്ച് താലൂക്ക് യൂണിയന് കൂടുതൽ പ്രാമുഖ്യം നൽകണം, ജില്ലാ കോർഡിനേഷന് കൂടുതൽ പ്രാമുഖ്യം നൽകണം, അവരുടെ സമയം നമ്മൾ അപഹരിക്കരുത്. സംസ്ഥാന കമ്മിറ്റിയുടേതാണെങ്കിലും ഇടുക്കി ജില്ലയിൽ വളരെ ഗംഭീരമായി പ്രവർത്തിക്കുന്ന കട്ടപ്പന ശാഖയിൽ അവിടുത്തെ പ്രവർത്തനം നേരിട്ട് കാണാൻ ഒരു അവസരം ലഭിക്കുന്നത് ദൈവാധീനമാണെന്ന് ഞാൻ കാണുന്നു. അതിനനുസരിച്ച് ഞാൻ വളരെയധികം സന്തോഷത്തോടെ കൂടി സ്വീകരിച്ചിരിക്കുന്നു. ശാഖാ പ്രസിഡന്റ് VS കൃഷ്ണൻകുട്ടി, വിളക്കിത്തല നായർ സമാജം സംസ്ഥാന ട്രഷറർ അനിൽകുമാർ, സംസ്ഥാന സെക്രട്ടറി വിനോദ് നാരായണൻ, KS ചന്ദ്രൻ, PV ബിജു, K നിജേഷ്, അശ്വതി രവീന്ദ്രൻ, AP രാജേന്ദ്രൻ, AV അനു, ആശ അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. നെടുങ്കണ്ടം മുണ്ടിയരുമ ശ്രീ ശുഭാനന്ദാശ്രമത്തിന്റെ 39ാമത് വാർഷികത്തിന്റെയും ശതാബ്ദി ആഘോഷത്തിന്റെയും ഭാഗമായി കൊടിയേറ്റ് കർമ്മം നടന്നു. ഏപ്രിൽ 7, 8, 9 തീയതികളിലായാണ് വാർഷികം നടക്കുന്നത്. ഏപ്രിൽ 7-ാം തീയതി വിശേഷാൽ ചടങ്ങുകൾക്ക് പുറമെ നടക്കുന്ന ബാലജന സമ്മേളനം വിസ്മയ വിജയൻ ഉദ്ഘാടനം ചെയ്യും. 8-ാം തീയതി നടക്കുന്ന വനിതാ സമ്മേളനത്തിൽ ചെറുകോൾ ശ്രീ ശുഭാനന്ദാശ്രമം സന്യാസിനി വേദാനന്ദിനിയമ്മ അധ്യക്ഷത വഹിക്കും. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് അംഗം ആരിഫ അയ്യൂബ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന യുവജന സമ്മേളനം പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് അംഗം CV ആനന്ദ് ഉദ്ഘാടനം ചെയ്യും. ഏപ്രിൽ 9-ന് രഥ വാഹന ഘോഷയാത്രയും സമാരംഭ സമ്മേളനവും നടക്കും. സമാപന ദിവസം നടക്കുന്ന ബ്രഹ്മശ്രീ ആനന്ദ്ജി ഗുരുദേവ തിരുവടികളുടെ ഉത്രാടം ജന്മനക്ഷത്ര ശതാബ്ദി സമ്മേളനം പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT ഷിഹാബ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ച പ്രകാശ് യാത്രയും നടക്കും. നായർ സർവീസ് സൊസൈറ്റി വണ്ടൻമേട് കരയോഗത്തിന്റെ 23ാമത് വാർഷിക പൊതുയോഗം വിവിധ പരിപാടികളോടെ നടന്നു. കരയോഗ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക യോഗം ഹൈറേഞ്ച് യൂണിയൻ വൈസ് പ്രസിഡന്റ് AK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. 4991 നമ്പർ വണ്ടൻമേട് NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗത്തിൽ പ്രസിഡന്റ് R മണിക്കുട്ടൻ അധ്യക്ഷനായിരുന്നു. ഹൈറേഞ്ച് NSS യൂണിയൻ വൈസ് പ്രസിഡന്റ് AK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സെക്രട്ടറി AC രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. വനിതാ യൂണിയൻ സെക്രട്ടറി ഉഷ ബാലൻ, യൂണിയൻ കമ്മിറ്റി അംഗം TK അനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം GP രാജൻ, MS ജയചന്ദ്രൻ നായർ, KG സുദർശനൻ നായർ, A അനീഷ്, ഓമന ജയചന്ദ്രൻ, പ്രീതി പ്രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ആധ്യാത്മിക പഠന കേന്ദ്രം കോർഡിനേറ്റർ MS ജയചന്ദ്രൻ നായർക്ക് ചടങ്ങിൽ ആദരവ് നൽകി. വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് ആധ്യാത്മിക പഠന കേന്ദ്രം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടന്നു. ഇരട്ടയാർ സെന്റ് തോമസ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ സ്വാഗത സംഘ രൂപീകരണം നടന്നു. സ്കൂൾ മാനേജർ മോൺസിഞ്ഞോർ ജോസ് കരിവലിക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു.
വിദ്യാഭ്യാസ രംഗത്ത് 62 വർഷത്തെ പാരമ്പര്യമുള്ള ഇരട്ടയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി മഹാസമ്മേളനം ഇന്നലകളെ ഇതുവഴി എന്ന പേരിലാണ് സെപ്റ്റംബർ 18-ാം തീയതി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നത്. ഉദ്ഘാടന സമ്മേളനം, ബാച്ച് തിരിഞ്ഞുള്ള മീറ്റിംഗുകൾ, സുവനീർ പ്രകാശനം, കലാമേഖലയിലെ പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മെഗാ നൈറ്റ് ഉൾപ്പെടെയുള്ള പരിപാടികൾ നടക്കും. സംഗമത്തിന് മുന്നോടിയായി നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം സ്കൂൾ മാനേജർ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു. കാരണം എല്ലാവരും മാറിമാറുന്ന സംഭവിക്കത്തില്ല, എല്ലാവരും ഒന്ന് ചേർന്ന് സംഭവിക്കണം എന്നുള്ള കരുതലോടെ, ആഗ്രഹത്തോടെ, താല്പര്യത്തോടെ ഓരോരുത്തരും ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നതോടൊപ്പം തന്നെ തങ്ങളുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് ഏറ്റെടുത്തുകൊണ്ട് ഇത് വിജയിപ്പിക്കാനുള്ള കൂട്ടായ സഹകരണം ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മാനേജ്മെന്റിന്റെ ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെന്റ് ചെയ്യാവുന്ന സൗകര്യങ്ങളൊക്കെ ചോദിക്കുന്നതനുസരിച്ച് കുറവ് കൂടാതെ തരുന്നുണ്ട്. സ്വാഗത സംഘം ഓഫീസിൽ കൊടുത്തുക. മഹാസമ്മേളനത്തിന്റെ ടൈറ്റിൽ സോങ് ലോഞ്ചിങ് ഫാദർ ലൂക്ക് തച്ചാപറമ്പിൽ നിർവഹിച്ചു. സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥി മനോജ് കുമാർ KG നിർവഹിച്ചു. ജനറൽ കൺവീനർ ഷജിമോൻ AK അധ്യക്ഷനായിരുന്നു. വിനോദ് PR, സജിദാസ് മോഹനൻ, ബിന്ദു ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ മാട്ടുക്കടയിൽ സർക്കാർ സ്ഥാപനങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും പൊതുജനങ്ങൾക്കും തലവേദന സൃഷ്ടിച്ച് ദുർഗന്ധം വമിക്കുന്ന മാലിന്യ കൂമ്പാരം. മാലിന്യങ്ങൾ മാറ്റാൻ നടപടിയില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. മാട്ടുക്കട്ട മാർക്കറ്റിന്റെ സമീപത്തെ പൊതു ശൗചാലയത്തിനും തുമ്പൂർമൊഴി പദ്ധതി പ്ലാന്റിനും സമീപത്തായിട്ടാണ് മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടിക്കിടക്കുന്നത്. ഇത്തരത്തിൽ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ വാഹനത്തിൽ ഇറക്കിപ്പോകുന്നതല്ലാതെ മാലിന്യങ്ങൾ മാറ്റാനോ പ്രശ്നത്തിന് പരിഹാരം കാണാനോ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. നേരത്തെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിച്ച് തൊടുപുഴയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് എത്തിച്ചിരുന്നു. കൂടാതെ തുമ്പൂർമൊഴി മാലിന്യ പ്ലാന്റിലും പ്രവർത്തനം നടക്കുന്നതിനാൽ മാലിന്യ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായിരുന്നു. തൊടുപുഴ പ്ലാന്റിലേക്ക് മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നതും തുമ്പൂർമൊഴിയുടെ പ്രവർത്തനവും നിലച്ചതോടെയാണ് മാലിന്യ പ്രതിസന്ധി വീണ്ടും രൂക്ഷമായിരിക്കുന്നത്. കൂടാതെ തുമ്പൂർമൊഴി പ്ലാന്റിൽ നിറയെ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതിനാൽ പ്ലാന്റിന്റെ പ്രവർത്തനം മാസങ്ങളായി നിലച്ചിരിക്കുകയാണ്. ഇത് കുറെ നാളായിട്ട് ഇങ്ങനെ കുന്നുകൂടി കിടന്നു. അത് പഞ്ചായത്തിനെല്ലാം പറഞ്ഞ് ഇവിടുന്നെല്ലാം വേസ്റ്റെല്ലാം മാറ്റി തന്നെ വൃത്തിയാക്കിയിട്ടിരുന്നതാണ്. അപ്പൊ വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് ആളുകൾ മാലിന്യം നിക്ഷേപിക്കുന്നു. അത് അടിയന്തരമായിട്ട് ഇവിടുന്ന് മാറ്റണം. ഇവിടെ ഇടുന്ന ഒരു CCTV വല്ലതും വെച്ച് ഇവിടെ ആരാണ് കൊണ്ടിടുന്നത് കണ്ടുപിടിക്കാനുള്ള മാർഗം പഞ്ചായത്ത് ഉണ്ടാക്കണം. കാരണം ഈ ടോയ്ലറ്റിലേക്ക് കയറുന്നവര് ഈ ദുർഗന്ധം വഹിച്ചുകൊണ്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. ഇത് കണ്ട ഇവിടെ ധാരാളമായിട്ട് മാലിന്യം കൊണ്ടിട്ടിരിക്കുക. നമ്മൾ എല്ലാ പ്രാവശ്യവും ഇവിടെ എല്ലാം വൃത്തിയാക്കി ഇടാൻ വേണ്ടിയിട്ട് എല്ലാവരും പറഞ്ഞ് ആരും കൂടി ഇടല്ല എന്ന് പറയുമ്പോഴും വീണ്ടും ഇവിടെ കൊണ്ടിടുന്നത് ഇത് അനുവദിക്കാൻ പറ്റുന്നതല്ല. പൊതു ശൗചാലയത്തിന് സമീപത്ത് മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുന്നതിനാൽ മഴ പെയ്യുമ്പോൾ മലിനജലം കെട്ടിനിന്ന് വലിയ ദുർഗന്ധം വമിക്കാനും കാരണമാകും. മാലിന്യ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധവും ശക്തമാണ്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കടുത്ത വേനലിൽ അയ്യപ്പൻകോവിൽ ഉപ്പുതറ മേഖലകളിലെ കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങുന്നു. ഏലം, കൊക്കോ തുടങ്ങിയ വിളകളാണ് വ്യാപകമായി കരിഞ്ഞുണങ്ങുന്നത്. വേനലിന് പുറമെ വന്യമൃഗങ്ങളുടെ ആക്രമണവും കർഷകരെ ഈ മേഖലയിൽ നിന്ന് പിന്നോട്ട് വലിക്കുകയാണ്. വന്യമൃഗങ്ങളുടെ ആക്രമണം കാരണം നട്ടം തിരിയുന്ന കർഷകർക്ക് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഏക്കർ കണക്കിന് കൃഷിവിളകളാണ് നശിച്ചിരിക്കുന്നത്. ശക്തമായ ചൂടിൽ
തന്നാണ്ട് വിളകളായ ഏലം, കാപ്പി, കുരുമുളക്, കൊക്കോ തുടങ്ങിയ കാർഷിക വിളകളാണ് കരിഞ്ഞുണങ്ങുന്നത്. വേനലിൽ കുളങ്ങളിലെയും കിണറുകളിലെയും വെള്ളം വറ്റിപ്പോയതിനാൽ കാർഷിക വിളകൾക്ക് ആവശ്യമായ ജലസേചനം നൽകാൻ കഴിയുന്നില്ലെന്നും കർഷകനായ ബാബു ചെമ്പൻകുളം പറയുന്നു. നമുക്ക് ഇതുവരെ ഒരു മഴ പോലും നമ്മുടെ ഈ പ്രദേശത്ത് ഐപ്പമൽ മേഖലയിൽ കിട്ടിയിട്ടില്ല. എന്നാൽ ചില മേഖലയിൽ ഒറ്റപ്പെട്ട മഴ കിട്ടിയെന്നും പറയുന്നുണ്ട്. എന്നാലും കൃഷിക്ക് പര്യാപ്ത ഒരു മഴയല്ല. വരും കാലങ്ങളിൽ കൃഷിയെ സംബന്ധിച്ച് കൃഷി ഉപജീവനമാക്കി ജീവിക്കുന്ന കർഷകർക്ക് വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്ന കാലഘട്ടമായിരിക്കും വരാൻ പോകുന്നത്. അപ്പം കാർഷികവിളയെ സംബന്ധിച്ച് നമുക്ക് സാമാന്യം വിലയുള്ളത് കാപ്പിക്കുരുവിനുണ്ട്, കൊക്കോയ്ക്ക് നല്ല വിലയാണ്. 800 രൂപയ്ക്ക് മേളിൽ 1 കിലോ പരിപ്പിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ചുരുക്കം ചില കർഷകർക്ക് മാത്രമേ ഇങ്ങനെയുള്ള വിളകളുള്ളൂ തന്നെ. പ്രധാനമായും കൃഷിക്കാരെ ബാധിക്കുന്നത് ഈ ഏലകൃഷിക്ക് ബാധിച്ച ഒരു ഉണക്കാണ്. ഇത് സർക്കാരിൽ നിന്ന് വലിയ പ്രതീക്ഷയൊന്നും നമുക്കില്ല. സർക്കാർ തന്നെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിൽ സഹായം കിട്ടുക എന്നുള്ളത് നമുക്ക് അപ്രായോഗിക ഒരു കാര്യമാണ്. ജനങ്ങളുടെ വറുതിക്ക് എന്ത് പരിഹാരം ഉണ്ടാകാം എന്നുള്ള സർക്കാർ ആലോചിക്കണം. എന്നാൽ ഈ കൃഷിഭൂമിക്കെല്ലാം ഓരോ വർഷവും നികുതി വർദ്ധിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ നമ്മുടെ പഞ്ചായത്ത് തലത്തിലാണെങ്കിലും 5%, 10% നികുതി വർധനമാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിൽ കൃഷിക്കാർക്ക് ഇളവ് കൊടുക്കണമെന്നാണ് ഒരു കർഷകൻ രീതിയിൽ എനിക്ക് പറയാനുള്ളത്. വേനലിൽ കരിഞ്ഞുപോകുന്നതിൽ ഏറെയും ഏലമാണ്. കർഷകർക്ക് അത്യാവശ്യം വില ലഭിക്കുന്ന കാർഷിക വിളകൾ തന്നെ ഇത്തരത്തിൽ നശിക്കുന്നത് ഹൈറേഞ്ചിലെ കാർഷിക മേഖലയ്ക്കും കർഷകർക്കും താങ്ങാൻ കഴിയില്ല. വേനലിന് പുറമെ വന്യമൃഗങ്ങളുടെ ആക്രമണവും ഓരോ കർഷകരെയും കാർഷിക മേഖലയിൽ നിന്നും പിന്നോട്ട് വലിക്കുകയാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇക്കൊല്ലത്തെ മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവം ഏപ്രിൽ 23 നടക്കും. ഉത്സവം സുഗമവും സുരക്ഷിതവുമായി നടത്തുന്നതിന് ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 13 കുമളി രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ സംയുക്ത യോഗം ചേരും. ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായരുടെ നേതൃത്വത്തിലുള്ള സംഘം മംഗളാദേവി ക്ഷേത്രം സന്ദർശിച്ചു. കാഞ്ചിയാർ തൊപ്പിപ്പാളയിൽ പകൽ സമയങ്ങളിൽ പോലും കാട്ടാന എത്തുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ജനവാസ മേഖലയിലേക്ക് കാട്ടാന എത്തിയത് തൊപ്പിപ്പാള മറ്റപ്പള്ളി കവലയിൽ. നെടുങ്കണ്ടം തേർഡ് ക്യാമ്പിൽ കാട്ടുപന്നി ഇടിച്ച് ഓട്ടോ മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. കട്ടപ്പന 66 kV സബ്സ്റ്റേഷനിൽ പൊട്ടിത്തെറിച്ചത് സബ്സ്റ്റേഷനിലെ കറണ്ട് ട്രാൻസ്ഫോർമർ. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കി. കടുത്ത വേനലിൽ അയ്യപ്പൻകോവിൽ ഉപ്പുതറ മേഖലകളിലെ കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങുന്നു. വ്യാപകമായി കരിഞ്ഞുണങ്ങുന്നത് ഏലം, കൊക്കോ തുടങ്ങിയ വിളകൾ. വേനലിന് പുറമെ വന്യമൃഗങ്ങളുടെ ആക്രമണവും കർഷകരെ ഈ മേഖലയിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.